ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ഹൗസ് ഓണർ ശ്രീധർ പറയുക, ഒരു കളക്ടറാണ് എൻ്റെ വീട്ടിൽ താമസിക്കുന്നതെന്ന് പറയുന്നത് എനിക്കൊരു ഗമയല്ലേ. ശാലിനി വിഷ്ണുവിനോട് ചോദിക്കുന്നു, ഞാൻ വീട് കയറി നോക്കണോ? വിഷ്ണു ഉടനെ വേണ്ട. അയ്യോടാ ഇതെന്ത് പറ്റിയെന്നും പറഞ്ഞ് കമലനും ശാലിനിയും ഇങ്ങനെ നോക്കുക. വീട് ഇഷ്ടപ്പെട്ടെന്നാണല്ലോ പറഞ്ഞത്, പിന്നെന്താ പെട്ടെന്ന് വേണ്ടാന്ന് പറഞ്ഞത്? ആ ഹൗസ് ഓണർ വിഷ്ണുവിനെ കുറച്ച് ഇറിറ്റേഷനൊക്കെ ചെയ്തതാണല്ലോ. ആ കലിപ്പ് ഇങ്ങനെ വിഷ്ണുവിൻ്റെ മനസ്സിലുണ്ട്. വിഷ്ണു പറയാ, ഞാൻ ഓക്കെ അല്ല, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് മാത്രമല്ല, ഈ സാറ് വലിയ വലിയ ആൾക്കാർക്കേ കൊടുക്കൂ, നമ്മൾ അത്ര വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ. ഹൗസ് ഓണറിൽ നിന്ന് നാണിച്ച് ചമ്മുന്നുണ്ട്. പിന്നെ 2 ലക്ഷം രൂപ അഡ്വാൻസ്, അതൊന്നും ഞങ്ങളെ കൊണ്ട് ഈ ജന്മത്തിൽ ഒപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സാറേ, ഇത് ഞങ്ങൾക്ക് താങ്ങത്തില്ല. അല്ല, ഒന്നുകൂടി പറഞ്ഞാലും താങ്ങില്ല. കമല, നിനക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ? അതെ, ആ പുള്ളിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. വിഷ്ണു കാണിച്ച രീതികളൊന്നും മനസ്സിലാകാതെ ശാലിനി ചോദിക്കുക, വിഷ്ണുവേട്ട എന്താ ഇത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ശാലിനി, ഞാൻ എൻ്റെ കുടുംബത്തിനെ കളക്ടറെ ശമ്പളത്തിൽ നിന്നെടുക്കുന്ന വാടക വീട്ടിൽ താമസിപ്പിക്കുന്നില്ല. എനിക്കിപ്പോൾ വീടിനേക്കാൾ പ്രാധാന്യം ഒരു ജോലിയാണ്. അതിനൊന്ന് ശ്രമിക്കട്ടെ. ഒന്നും മിണ്ടാതെ വിഷമിച്ചു നിൽക്കുന്ന ശാലിനി നോക്കി ചോദിക്കുന്നു, എന്താ മനസ്സിലായില്ലേ? എനിക്കിപ്പോൾ വാടക വീട് എടുക്കുന്നതിനേക്കാൾ മുൻപ് വേണ്ടത് ഒരു ജോലിയാണ്, 4 ആളോട് പറയാൻ പറ്റുന്ന ഒരു ജോലി. അതേ ശാലിനി, ഞാൻ എൻ്റെ കുടുംബത്തിനെ കളക്ടറുടെ ശമ്പളം കൊണ്ട് കൊടുക്കുന്ന ഒരു വാടക വീട്ടിൽ താമസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന മാത്രമല്ലല്ലോ, എൻ്റെ അമ്മ താമസിക്കുമെന്ന് തോന്നുന്നില്ല. അച്ഛൻ സമ്മതിക്കുമോന്നും അറിയില്ല. അവിടെ ഇപ്പോൾ അഭിമാനമൊന്നും ഇല്ലാത്തത് എനിക്ക് മാത്രമാണ്. വിഷ്ണുവിൻ്റെ മനസ്സിലിരിപ്പൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ശാലിനി സങ്കടത്തോടെ പറയുവാണ്, അല്ല, അവരെക്കാളൊക്കെ കൂടുതലാണ് വിഷ്ണുവേട്ടന്. അഭിമാനമല്ല, ദുരഭിമാനവും കൊണ്ട് നടക്കുന്നത് വിഷ്ണുവേട്ടനാ. ഞാൻ വിഷ്ണുവേട്ടൻ്റെ അച്ഛനെയും അമ്മയും കണ്ടിരിക്കുന്നത് എൻ്റെ സ്വന്തം അച്ഛനും അമ്മയെ പോലെ തന്നെ. താങ്ങും തണലും ഇപ്പം വേണ്ടത് അവർക്ക് തന്നെയാ. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിഷ്ണുവേട്ട അവർക്ക് വേണ്ടി വീട് നോക്കാൻ ഞാനും വന്നത്. വിഷ്ണുവേട്ടൻ ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ അച്ഛനെയും അമ്മയും ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ തയ്യാറായി തന്നെ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ വിഷ്ണുവേട്ടൻ്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഉണ്ട്. അതിനി ആരെങ്കിലും പറഞ്ഞു തന്നതാണോ അതോ സ്വയം പ്രകടിപ്പിക്കുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായത് പോയതിലും വിഷ്ണുവേട്ടന് നല്ലൊരു ജോലി ഉണ്ടാകാത്തതിലും വിഷ്ണുവേട്ടൻ നന്നായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. ശാലിനി കരഞ്ഞോണ്ട് ചോദിക്കുക, വിഷ്ണുവേട്ട, നമുക്കിടയിൽ അങ്ങനൊരു വേർതിരിവ് വേണോ? വിഷ്ണുവേട്ടന് അറിയാവോ, ഈ ഒരു ഇഷ്യൂ ആ വീടിനെ ബാധിക്കുമെന്നറിഞ്ഞ അന്ന് നാൾ മുതൽ വിഷ്ണുവേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി അനുവിനോട് പറഞ്ഞ് വേറെ വീടും ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. അതും എനിക്ക് താമസിക്കാനാണെന്നും പറഞ്ഞു. പിന്നെ വാടക കാശ്, വിഷ്ണുവേട്ട, അത് നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ പോരെ? കണക്കുകളൊക്കെ പരസ്പരം പങ്കുവെക്കേണ്ടത് നമ്മളല്ലേ. എൻ്റെ സ്നേഹത്തിന് ഞാൻ കണക്ക് നോക്കാറില്ല, പരിധിയും നിശ്ചയിക്കാറില്ല. ഉള്ള സ്നേഹത്തിൻ്റെ 3/4 പങ്കും തരുന്നത് എൻ്റെ വിഷ്ണുവേട്ടന് തന്നെയാ. ദയവ് ചെയ്ത് എന്നോട് ഇനി ഇങ്ങനൊന്നും പറയല്ലേ വിഷ്ണുവേട്ട, എനിക്കത് വലിയ വിഷമമുണ്ടാക്കും. പ്രത്യേകിച്ചും വിഷ്ണുവേട്ടൻ പറയുമ്പോൾ. ശാലിനിയോട് അങ്ങനൊക്കെ പറഞ്ഞത് അബദ്ധമായി പോയല്ലോ എന്നൊരു കുറ്റബോധത്തോടെ വിഷ്ണു, എടോ, ഒരു ജോലിക്ക് വേണ്ടി നടന്നപ്പോഴാ ഞാൻ പഠിക്കാത്തതിൻ്റെ കുറവ് ശരിക്കും മനസ്സിലാക്കുന്നത്. സങ്കടത്തോടെ വിഷ്ണു പറയുവാണ്, ചെന്ന് ചോദിക്കുന്നിടത്തൊക്കെ മൊത്തം അപമാനമാ. പിന്നെ ദാണ്ട ഇതുപോലെയുള്ള ആൾക്കാരുടെ മുൻവിധിയോടുകൂടിയുള്ള കളിയാക്കല്, അതെല്ലാം മനസ്സിൽ കടന്നിങ്ങനെ തികട്ടിയപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതാ. താനതങ്ങ് മറന്നുകള. പക്ഷേ ഒന്നുണ്ട്, ഈ വീട് ഏതായാലും നമ്മൾ എടുക്കുന്നില്ല, മറ്റൊന്ന് നോക്കാം. അതിനു മുമ്പ് എനിക്കിപ്പോൾ വേണ്ടത് നല്ലൊരു ജോലിയാ. അത് ഞാനൊന്ന് ഒപ്പിക്കട്ടെ, ബാക്കിയൊക്കെ പിന്നാലെ വന്നോളൂടോ എന്നിങ്ങനെ വിഷ്ണു ശാലിനിയോട് പറഞ്ഞിട്ട് സങ്കടത്തോടെ അങ്ങ് പോകുവാണ്. വിഷ്ണു അങ്ങനെ സങ്കടത്തോടെ പോകുന്ന ശാലിനി നോക്കി നിന്ന് ശാലിനിയുടെ മനസ്സും ആകെ വിഷമത്തിലായി. പെട്ടെന്ന് ശാലിനി എന്തെങ്കിലും ഇന്ന് പ്രതിവിധി കാണുമെന്ന് പ്രതീക്ഷിക്കാം. രാഘവേട്ടൻ്റെ വീട്ടിലോട്ട് ഉപേന്ദ്രൻ്റെ കാറ് വരുന്നുണ്ട്. എല്ലാം പിടിച്ചടക്കിയ സന്തോഷത്തോടെ കാറിൽ നിന്ന് ചിരിച്ചോണ്ട് ഇറങ്ങി വരുന്ന ഉപേന്ദ്രനെ കണ്ട് രാഘവേട്ടന് കലി തുള്ളുവാണ്. ഉപേന്ദ്രൻ വീട്ടിലോട്ട് കയറുന്നതിന് മുമ്പേ രാഘവേട്ടൻ ദേഷ്യത്തിൽ, നിൽക്കടാ അവിടെ, എൻ്റെ വീടിൻ്റെ പടി നീ കയറിപ്പോകരുത്. ഉപേന്ദ്രൻ ഒരു കലിപ്പീരി ചിരിയോടെ, വീട്ടിൽ വരുന്ന മാന്യന്മാരോട് ഇങ്ങനെയാണോ ചേട്ടാ പെരുമാറേണ്ടത്? മാന്യനോ? നീയോ? എടാ, നിന്നെ ആരാടാ മാന്യന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത്? എൻ്റെ കുടുംബത്തിൻ്റെ അസ്ഥിവാരം തോണ്ടാൻ അച്ചാരം കൊടുത്തിട്ട് നിൽക്കുന്ന നിന്നെ ആൺവർഗത്തിലും പെൺവർഗത്തിലും നിർത്താൻ പറ്റില്ല. ഉപേന്ദ്രൻ പറയുക, ചേട്ടനൊന്ന് മനസ്സിലാക്കണം. 1-2 ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇതങ്ങ് ജപ്തിക്ക് പോകും. അതിനു മുൻപ് ചേട്ടനെ വന്നൊന്ന് കണ്ട് ആശ്വസിപ്പിക്കാമെന്ന് കരുതി വന്നപ്പോൾ ചേട്ടൻ എന്നെ ആട്ടി ഓടിക്കുവാണോ? ഒന്നുമല്ലെങ്കിലും ചേട്ടൻ്റെ അനിയനല്ലേ ചേട്ടാ ഞാൻ. എന്നോട് ഇങ്ങനെയൊക്കെ പറയാവോ? ജപ്തിയായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പിന്നെ വരാൻ പറ്റില്ലല്ലോ.
ചേട്ടനെയും ചേട്ടത്തെയും ഞാൻ പിന്നെ വാടക വീട്ടിൽ പോയി കാണേണ്ടി വരില്ലേ? അകത്തുനിന്നും ഭദ്രകാളിയെപ്പോലെ ഉറഞ്ഞു തുള്ളി സത്യഭാമ വന്നിട്ട്, ഉപേന്ദ്ര. സത്യഭാമയെ കണ്ടപ്പോഴും ഉപേന്ദ്രനൊരു വല്ലാത്ത ചിരിയും ഒരാകർഷണവും കാന്തവും വലിക്കുന്ന ഒരു നോട്ടം. സത്യഭാമ ഉപേന്ദ്രന്റെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നു, നിനക്ക് ഞങ്ങളെ ജപ്തി ചെയ്ത് ഈ വീട്ടിൽ നിന്ന് ഇറക്കാനല്ല പറ്റത്തുള്ളൂ, അല്ലാതെ ഞങ്ങളെ ഇല്ലാതാക്കാനൊന്നും നിനക്ക് പറ്റില്ലല്ലോ. അയ്യോ എൻ്റെ ഏട്ടത്തി, അങ്ങനെ ഒരു വിചാരം എൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ എനിക്കത് വർഷങ്ങൾക്ക് മുൻപേ ആകാമായിരുന്നു. എന്നെ ചതിച്ച് നിങ്ങളുടെ കഴുത്തിൽ താലി കെട്ടിയ ഇയാള്, അന്ന് ഞാനത് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ നിന്ന് പറയാൻ നിങ്ങൾ രണ്ടുപേരും ഉണ്ടാവില്ലായിരുന്നു. ഉപേന്ദ്രന്റെ ഈ വാക്കുകൾ കേട്ട് രാഘവേട്ടന് കല്ലുകൊണ്ട് പല്ല് കടിക്കുവാണ്. ഇത്രയൊക്കെ വയസ്സായിട്ടും അവൻ സത്യഭാമയോടുള്ള മോഹവും കൊണ്ട് നടക്കുവാണല്ലോ. സത്യഭാമയെ നോക്കി ഒരു ശൃംഗാര ചിരിയോടെ ഉപേന്ദ്രൻ പറയുക, ഞാൻ പറഞ്ഞില്ലേ, അന്നും ഇന്നും എൻ്റെ മനസ്സിൽ ആ സ്നേഹമുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഏട്ടത്തിയോട്. ആ സ്നേഹം എൻ്റെ ഉള്ളിൽ നിന്ന് പോകണമെങ്കിൽ ഞാൻ മരിക്കണം. പൊന്നിയും പിള്ളയും എല്ലാം അവിടെ നിന്ന് നോക്കിയിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, ഈ മുതുക്കൻ ഇപ്പോഴും പ്രേമവും കൊണ്ട് നടക്കുവാണല്ലോ. വീഞ്ഞിൻ്റെ അവസ്ഥയാ, പഴകുന്തോറും അതിൻ്റെ വീര്യം കൂടും ചേട്ടത്തി. അതാ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്നിങ്ങനെ പറഞ്ഞു തീരുകയും സത്യഭാമയുടെ സകല ശക്തിയും എടുത്ത് അവൻ്റെ കരണ താഞ്ഞൊരടി. അയ്യോ എന്നും പറഞ്ഞ് കരണവും പൊത്തിപ്പിടിച്ചുകൊണ്ട് ഉപേന്ദ്രൻ ഇങ്ങനെ നാണിച്ച് നിൽക്കുവാണ്. സത്യഭാമ പറയുക, ഒരിക്കൽ നിന്നെ ഞാനിത് ഓർമ്മിപ്പിച്ചതാ. ഇനി ഒരിക്കൽ കൂടി വേണ്ടി വന്നാൽ പിന്നെ നീ ഇല്ല. പിന്നല്ലാതെ ഭർത്താവും മരുമകളും വീട്ടുജോലിക്കാരും എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് ആ കാമഭ്രാന്തന്റെ പ്രേമാഭ്യർത്ഥന. നിന്റെ മനസ്സിലെ ദുഷിപ്പ് എൻ്റെ ഈ മുറ്റത്തു നിന്ന് നീ വിളമ്പരുത്. ദേ, ഇതിപ്പോഴും രാഘവൻ നായരുടെയും സത്യഭാമയുടെയും മണ്ണ. ജപ്തിയാകുന്നവരെ ഇതിന്റെ അധികാരവും ഞങ്ങൾക്ക് തന്നെയാണ്. ഇനി നിന്റെ ഈ പുഴുത്ത നാവിൽ നിന്നും വികട സരസ്വതി വല്ലതും വന്നാൽ നീ നടന്നു വന്ന കാലുകൊണ്ട് തിരിച്ചു നടന്നു പോവില്ല. അതീ സത്യഭാമയാടാ പറയുന്നേ. എല്ലാവരുടെയും മുന്നിൽ കിടന്ന് അടിയും വാങ്ങിച്ച് ഇത്രയൊക്കെ അപമാനവും വാങ്ങിച്ച് ഉപേന്ദ്രൻ അങ്ങനെ നിൽക്കുമ്പോൾ സുസ്മിതയുടെ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. പ്രതികാരദാഹിയായ സുസ്മിത ആഹ്ലാദിച്ച് വരുന്നുണ്ട് സത്യഭാമയുടെ അടുത്തോട്ട്. അവളുടെ ആ വരവ് തന്നെ രണ്ട് കൈയും കൂട്ടിയടിച്ച് അങ്ങനെ കൈയടിച്ച് പരിഹാസ പുഞ്ചിരിയോടെ സത്യഭാമയുടെ അടുത്തോട്ട് വരികയാണ് സുസ്മിത. സുസ്മിതയെ കാണുമ്പോഴേക്കും രാഘവൻ നായർക്കും ശ്യാമയ്ക്കും സത്യാമ്മയ്ക്കും എല്ലാം ഇങ്ങനെ കോപ എരച്ചു വരുക. സുസ്മിത സത്യഭാമയെ നോക്കി പറയുക, ഇതാണ് പെണ്ണ്. ശൗര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. അടിത്തറ ഇളകി മണ്ണിളക്കി മറിക്കാനുള്ള JCB മുറ്റത്ത് വന്നിട്ടും പതറാതെ നിൽക്കുന്ന ഈ മനസ്സിന് കൊടുക്കണം നല്ല ഒരു കയ്യടി. അല്ല സത്യാമ്മ, ഇത് ഏത് ലോകത്താ? കാൽച്ചുവട്ടിലെ മണ്ണ് വരെ ഇളകിപ്പോയി. ഇനി ഇങ്ങനെ തള്ളവിരൽ കുത്തി തലക്കനം കാണിച്ച് നിന്നിട്ട് ഒരു കാര്യവും ഇല്ല. തല കുത്തനെ മറിഞ്ഞു വീഴും. അതാ ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. എല്ലാം ഇട്ടെറിഞ്ഞ് കൂടും കുടുക്കിയെടുത്ത് ഇറങ്ങി കൊടുത്തേ പറ്റൂ. ഉപേന്ദ്രൻ പെട്ടെന്ന് പറയുക, ഏട്ടാ, പ്രശ്നപരിഹാരത്തിനായി ഞാൻ ചേട്ടത്തിയോട് പലതും പറഞ്ഞു. ചേട്ടത്തി കേട്ടില്ല. ഗുണ്ടയായ ചേട്ടന്റെ മകനും കേട്ടില്ല. അവൻ എന്നെ എന്റെ പണിക്കാരുടെ മുൻപിൽ വെച്ച് തല്ലി. എന്നിട്ട് ഞാൻ ഈ വീട്ടിൽ സഹായിക്കണോന്ന് ചോദിച്ചെത്തിയില്ലേ? അതാണ് ചേട്ടാ രക്തബന്ധം, ഒരനിയന്റെ കടമ. ആ കടമ എന്താ എന്റെ ചേട്ടനും ചേട്ടത്തിയും മനസ്സിലാക്കാത്തത്? രാഘവേട്ടൻ പല്ല് കടിച്ചോണ്ട് പറയുക, എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം നിന്റെ ഒരു സഹായം എനിക്കിവിടെ വേണ്ടടാ. നീ ഇങ്ങനെ സഹായിച്ചാ ഞങ്ങളിപ്പോൾ കടത്തിനേൽ അഭയം തേടേണ്ട അവസ്ഥ എത്തിയത്. അതുകൊണ്ടേ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാ നിനക്കൊക്കെ നല്ലത്. സുസ്മിത പറയുക, അപ്പോൾ വരാൻ പോകുന്ന ജപ്തിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സാധനങ്ങളൊക്കെ കെട്ടിപ്പെറുക്കി പാക്ക് ചെയ്തിരിക്കുവല്ലേ. അമ്മയും അച്ഛനും മകനും പരിചാരകരും എല്ലാരും കൂടി. അവളുടെ കളിയാക്കൽ രാഘവേട്ടൻ അങ്ങ് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അവളെ ഒരു നോട്ടം രാഘവേട്ടൻ നോക്കുന്നുണ്ട്. സുസ്മിത വീണ്ടും കളിയാക്കൽ, അല്ല വീട് വല്ലതും എടുത്തോ, അതോ ഇനി ഞങ്ങൾ എടുത്തു തരണോ? ഒരു കൈസഹായം വല്ലതും വേണോന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. സത്യഭാമ കുറെ നേരം കൊണ്ട് സഹിച്ചോണ്ടിരിക്കുക. സത്യഭാമ പറയുക, ഞാനും എൻ്റെ മകനും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെയൊക്കെ മുമ്പിൽ ഞങ്ങൾ അടിമകളായിട്ട് വരില്ലടി. ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനുണ്ട്, അവൻ നോക്കിക്കോളും ഞങ്ങളെ നല്ല അന്തസ്സായിട്ട്. അത് കേട്ടിട്ട് പരിഹാസവും പുഞ്ചിരിയോടെ സുസ്മിത ചോദിക്കുക, ഏത് മകൻ? വിഷ്ണുവിൻ്റെ കാര്യമാണോ നിങ്ങൾ പറയുന്നേ? അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഈ വീട് നഷ്ടപ്പെടുമെന്ന അറിവ് കിട്ടിയ നിമിഷം മുതൽ അവൻ അവിടെ പൊറുതി തുടങ്ങി. ശാരദാമ്മയുടെ വീട്ടിലെ ശാലിനിക്കൊപ്പം അവര് രണ്ടുപേരും പുതിയ കല്യാണം കഴിച്ചതുപോലല്ലേ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് താമസിക്കുന്നത്. സത്യഭാമയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങ് ഞെട്ടലാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ താളത്തിന് തുള്ളാൻ വിഷ്ണുവിനെ കിട്ടത്തില്ല. അവൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വിഷ്ണു അങ്ങോട്ട് വരുന്നുണ്ട്. പറഞ്ഞു തീർന്നില്ല, ദാ വന്നല്ലോ.
കുടുംബമായിട്ട് താമസിക്കുന്നതിന്റെ സുഖമൊക്കെ അറിഞ്ഞവൻ ഈ ദരിദ്രക്കുടിലോട്ട് വരുവോ? അല്ല, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. പുന്നാരമോൻ നാണ്ട മുന്നിൽ നിൽക്കുവല്ലേ. സത്യഭാമ ഒരു അങ്കലാപ്പോടെ നിൽക്കുന്നത് കണ്ട് വിഷ്ണു പറയുക, ചോദിക്കാനും പറയാനും ഒന്നുമില്ലടി. രണ്ടാം കല്യാണം നടന്നു എന്ന് പറയുന്ന സത്യം തന്നെയാ. അതിന്റെ സദ്യ ഒന്നും ഞാൻ തന്നില്ലായിരുന്നല്ലോ. അടുത്ത ദിവസം നഗരസഭയുടെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ട് ഗംഭീര സദ്യ നടത്തുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും വന്ന് ഓസിന് കഴിച്ചിട്ട് പൊയ്ക്കോ. എന്നിട്ട് ഉപേന്ദ്രനോട് ചോദിക്കുക, എടോ തനിക്ക് കിട്ടിയതൊന്നും പോരെ? എടോ ഇങ്ങനെ പിന്നാലെ നടന്ന് ഏരുന്ന് തല്ലു മേടിക്കാൻ തനിക്ക് നാണമില്ലേടോ? എങ്ങനെ ഉണ്ടാകാനാ? ഇവളെ പോലെ നാണവും മാനവും കെട്ടവളോടുള്ള കൂട്ടല്ലേ തനിക്ക്? വേണ്ടേ ഉപേന്ദ്രൻ ചിറ്റപ്പാ, ഞാൻ നല്ല വ്യക്തമായ ഭാഷയിൽ പറയുക. പരിപാവനമായ ഈ സ്ഥലം, എന്റെ അച്ഛന്റെയും അമ്മയുടെയും കാലുകൾ പതിഞ്ഞ ഈ മുറ്റത്ത് നിന്റെയൊക്കെ കാലുകൾ പതിയുന്നത് തന്നെ ഐശ്വര്യക്കേടാ. നീയൊക്കെ നിന്ന ഭാഗത്തെ മണ്ണ് ഇളക്കിയങ്ങ് എടുത്ത് ഭാരതപ്പുഴയിൽ ഒഴിക്കിയാലും തീരാത്തത്ര പാവക്കറ നിന്റെയൊക്കെ ഒപ്പം ഉണ്ട്. അത്രയ്ക്ക് വെറുക്കപ്പെട്ടവരാണോ നിങ്ങളോടൊക്കെ? സുസ്മിത ചൂണ്ടിക്കാണിച്ചിട്ട് പറയുക, പിന്നെ ദാണ്ട ഈ സാധനം തന്റെ കഴുത്തിൽ ചുറ്റിയ പെരുമ്പാമ്പ. മലേഷ്യയിലെ തന്റെ കുടുംബം വരെ ഇതാണ്ട് ഇവള് കുടന്തോണ്ടും. അതിന് തനിക്ക് പതിയെ മനസ്സിലായിക്കോളും. അതുകൊണ്ട് ഇവളെയും പിടിച്ച് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുന്നോ അതോ ഞാൻ കഴുത്തെ പിടിച്ച് പുറത്താക്കണോ? ഉപേന്ദ്രൻ പറയുക, അപ്പം അപമാനിച്ചു വിടുകയാണല്ലേ? എങ്കിൽ കേട്ടോടാ, ഈ വീട്ടിൽ നിന്ന് നിങ്ങളെ ഇറക്കി സാധാരണ വാഴ വെക്കാറുണ്ടെന്നാ പറയാറുള്ളത്. പക്ഷെ ഇത് ഞങ്ങൾ വാറ്റുചാരായ കേന്ദ്രമാക്കും. അത് കേട്ട് സത്യഭാമയും രാഘവേട്ടനും അങ്ങ് ഞെട്ടുവാണ്. അല്ലെങ്കിൽ ഞാനിത് വ്യഭിചാരശാലയാക്കും. അത് കേട്ട് വിഷ്ണു ദേഷ്യം കൊണ്ട് എന്നും പറഞ്ഞു ഉപേന്ദ്രന്റെ കഴുത്ത് കൊത്തി അങ്ങ് പിടിച്ച്, എടാ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറയടാ എന്നും പറഞ്ഞ് വിഷ്ണു ഇട്ട് പൂശുവാണ്. പെട്ടെന്ന് സുസ്മിത നടുക്ക് കയറി പിടിച്ച് വലിച്ച് ഉപേന്ദ്രനെ അങ്ങ് രക്ഷിക്കുന്നുണ്ട്. എടീ നീയും മേടിക്കും. സുസ്മിത, വേണ്ട, നീ പറഞ്ഞത് ഇത് പരിപാവനമായ സ്ഥലമാണെന്നല്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ പട്ടച്ചാരായി ഒഴുകുന്ന പുഴയാക്കി മാറ്റാൻ പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് പറഞ്ഞത്. നീ കണ്ടോടാ വിഷ്ണു, ഇനി ഇവിടെ നടക്കുന്ന അഴിഞ്ഞാട്ടവും കൂത്താട്ടവും ആയിരിക്കും. മദ്യവും കഞ്ചാവും ഒഴുകുന്ന ഒരു ലഹരി കേന്ദ്രം. ഇവിടേക്ക് ഞങ്ങൾ മലേഷ്യയിൽ നിന്നുള്ള ആൾക്കാരെ വരെ ഇറക്കുമതി ചെയ്യും. പണ്ടിവിടെ നീതിന്യായമൊക്കെ പറയുന്ന പഞ്ചായത്ത് നാട്ടുകൂട്ടത്തിന്റെ കഥ പറയാറില്ലേ? സത്യഭാമയുടെ പെൺഭരണത്തിന്റെ മറക്കാനാവാത്ത ഏട്. ആ കാലമൊക്കെ അങ്ങ് കഴിഞ്ഞു. ഇനി ഇവിടെ പോലീസിന്റെ തേർവാഴ്ചയായിരിക്കും. ഇങ്ങനെ ഒരു വീട് ഇവിടെ ഉണ്ടാക്കിയിട്ടതിന് ഇവിടുത്തെ നാട്ടുകാർ തന്നെ രാഘവൻ നായരെ സത്യഭാമയെ ശപിക്കും. നിന്നെയൊക്കെ കണ്ണിൽ കണ്ടാൽ കല്ലെറിയുന്ന ഭാവത്തിലാക്കി ഞങ്ങൾ തരും. ദേണ്ടേ വിഷ്ണു, നീ ഓർത്ത് വെച്ചോ, ഈ പരിപാവന ഭൂമിയിൽ ഞങ്ങൾ ഒന്നൊന്നര പണിയങ്ങ് പണിയും എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് സുസ്മിത അങ്ങ് പോവുക. ഉപേന്ദ്രനാണെങ്കിൽ സത്യഭാമയെ വീണ്ടും ഒന്ന് നോക്കിയിട്ട് വരട്ടെ ഏട്ടത്തിയമ്മേ എന്നും പറഞ്ഞ് അവനും അവൻ്റെ പോക്കിനങ്ങ് പോയി. അവരെല്ലാവരും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സത്യഭാമ വന്ന് വിഷ്ണുവിനോട് ചോദിക്കുന്നു, എടാ വിഷ്ണു, ആ സുസ്മിത പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഈ പെണ്ണുപിള്ളയ്ക്ക് പ്രാന്ത. ഇത്രയൊക്കെ അപമാനിച്ച് നാണിപ്പിച്ചിട്ടും അവൾക്ക് ശാലിനിയോടുള്ള വെറുപ്പ് മാറിയിട്ടില്ല. മോനും മരുമോളും ഒന്നിച്ചോ എന്നുള്ള വെപ്രാളമായി അവൾക്ക്. അവൾ പറഞ്ഞതിൽ വല്ല സത്യമുണ്ടോ? നീയും ശാലിനിയും ഒന്നിച്ചാണോ താമസിക്കുന്നത്? എൻ്റെ അമ്മേ, അവൾക്ക് ജയിക്കാൻ വേണ്ടി വല്ലതും പറഞ്ഞതെന്ന് വെച്ച് അതൊക്കെ ഉള്ളതാണോ? ഞാൻ ഇവിടെയാണല്ലോ താമസിക്കുന്നത്, അവൾ അവളുടെ വീട്ടിലും. അപ്പോൾ ഇന്നലെ വരെ ഞാനിവിടെ കഴിഞ്ഞതൊന്നും അമ്മ കണ്ടില്ലേ? അത് കേട്ടിട്ട് രാഘവേട്ടൻ പറയാ, എടി ഫാമേ, നീ അവള് പറയുന്ന മണ്ടത്തരങ്ങൾ കേട്ടിട്ടേ നീ ഇവനെ ചോദ്യം ചെയ്യാൻ പോവാണോ? കുടുംബം കലക്കിയ അവള് പിടിച്ചു നിൽക്കാൻ ഒരു സാധ്യതയില്ലെന്ന് കണ്ടപ്പോഴാ അവള് ശാലിനിയുടെ കാര്യം എടുത്തിട്ടത്. അവക്കറിയാം നീ ശാലിനിയുടെ കാര്യം പറഞ്ഞാൽ വയലന്റ് ആകുമെന്ന്. വിശ്വസിക്കാനാകാതെ നിൽക്കുന്ന സത്യഭാമയെ നോക്കി വിഷ്ണു പറയുക, എൻ്റെ അമ്മയൊന്ന് സമാധാനപ്പെട്. അമ്മ പറയുന്നതിനപ്പുറം ഒന്നും വിഷ്ണുവിനില്ല. എൻ്റെ അമ്മ ഇത് അമ്മയും മകനെയും കൂടെ തെറ്റിക്കാനുള്ള അവളുടെ പുതിയ തന്ത്രവാ. നമ്മൾ അതിൽ വീണു പോകരുത്. വീണു പോയാൽ നമ്മൾ അവളുടെ മുന്നിൽ അടിയറ പറയുന്ന പോലെ ആയിപ്പോവും. അത് പാടില്ല. എൻ്റെ അമ്മ ഒരിടത്തും തോൽക്കാൻ പാടില്ല. തോൽക്കാൻ ഈ വിഷ്ണു സമ്മതിക്കില്ല. അമ്മ ഇതെല്ലാം കേട്ട് അമ്മ കലഹിക്കുകയല്ല വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒന്നിച്ചു നിന്ന് അവൾ പറഞ്ഞതുപോലൊക്കെ സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. രാഘവേട്ടൻ പറയുന്നു, ഫാമേ, ആടുകളെ തമ്മിൽ അടുപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായുടെ കാര്യം മാത്രം ഇപ്പോൾ നീ ഓർത്താൽ മതി. ഇത്രയൊക്കെ വിഷ്ണുവും രാഘവേട്ടനും പറഞ്ഞെങ്കിലും സത്യഭാമയ്ക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാനായില്ല. സത്യഭാമ അതങ്ങോട്ട് വിശ്വസിച്ച രീതിയുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, സത്യഭാമ ശാലിനിയും വിഷ്ണു ഒന്നിക്കുമെന്ന് നോക്കി നടക്കുവോ, അതോ സുസ്മിതയും ഉപേന്ദ്രനും പറഞ്ഞതുപോലെ സത്യഭാമയുടെ വീട് അവരങ്ങനെ ആക്കി തീർക്കുവോ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.